അഗ്നികലകൾ, അനാഗത്തിൽ സൂര്യകലകൾ, വിശുദ്ധിയിൽ ചന്ദ്രകലകൾ, ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവിടെ സ്റ്റേ ചെയ്യുമ്പോഴാണ് സന്യാസികളൊക്കെ ഈ മറ്റേ സെക്സ്വൽ കേസിൽ ചറുക്കി ജയിലിൽ പോയി കിടക്കും. ഗുരു സാന്നിധ്യം നിർബന്ധമല്ലേ? നിർബന്ധം ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. ഇത്രണി നാടിയാണ് 5 കളേഴ്സ് വരും. അപ്പോഴാണ് ഓക്കെ അത് വേണം. പ്രകൃതി എന്ന് പറയുന്നത് ഒറ്റ എനർജിയാണ്. അന്ധകരണം എന്ന് പറഞ്ഞത് ഇന്റേണൽ ഇൻസ്ട്രുമെന്റ്സ്. ഇതൊന്ന് ശിവൻ എന്ന് പറഞ്ഞാൽ സഗുണം, ശിവം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി. കുണ്ടലിനി ഉണരുന്നത് മറ്റ് പുസ്തകങ്ങളില്ലാത്ത തകവലുകൾ ഞാൻ പറയുന്നു ഇപ്പോൾ മറ്റവർക്ക് അറിയാൻ വേണ്ടി. പ്രാണനും അപാനനും ഈക്വൽ സ്ട്രെങ്തിലിരിക്കണം, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. പ്രാണൻ അപ്വേർഡാണ്, അപാനൻ ഡൗൺവേർഡ്. കുണ്ടലിനി ക്രോസ് ചെയ്യുമ്പോൾ ഈ പ്രാണൻ അപാനൻ വന്ന് നാഭി വരെ കുണ്ടലിനെ കടത്തിവിടാൻ വേണ്ടി ടെമ്പററി ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ വീണ്ടും വരണം, ഒരു കണ്ടീഷൻ. രണ്ടാമത് എന്തെന്ന് വെച്ചാൽ നാഡികൾ പാത്വേ അല്ലേ, ആധാരങ്ങൾ ഉണരണം. ആധാരത്തിനും ചക്രത്തിനുമുള്ള ഇത് ഒരുപാട് ബുക്കുകളിലെ കൺഫ്യൂഷൻ എഴുതി വെച്ചിരിക്കുകയാണ്. ആധാരം വേറെ, ചക്രം വേറെ. പല ബുക്കുകളും പല ആധാരം വേറെ. ഇതിൽ ഡൗട്ടേ വേണ്ട. ഇത് ക്ലിയർ ആയിട്ട് വർമ്മ ടെക്സ്റ്റിൽ ഇരിക്കണം. വർമ്മ എന്ന് പറഞ്ഞാൽ ശിവയോഗ ഇരിക്കുകയാണ്. നെർവ് സിസ്റ്റം ഈസ് ഇൻ യുവർ ഫിസിക്കൽ ബോഡി. അതിലിരിക്കുന്നതിന്റെ പേര് നെർവ് പ്ലക്സസ്. അതിന്റെ പേരലായിരിക്കുന്നതാണ് എന്തോന്ന് ആധാരം. ഈ ആധാരത്തിൽ ബിഫോർ ആക്ടിവേഷൻ എല്ലാവർക്കും താളോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. കുണ്ടലിനി താളം ഇരിക്കുമ്പോൾ അതൊരു ലൈറ്റ്. അവർ ഈ ലോട്ടസ് ഫ്ലവർ സൂര്യൻ എവിടെ ഇരിക്കുന്നു അവിടെ ഫേസ് ചെയ്തിരിക്കുന്നത് ഡൗൺവേർഡായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇങ്ങനെ മാറ്റം കൊണ്ടുവന്നതിൻ്റെ പേര് ചക്ര ആക്ടിവേഷൻ എല്ലാവരും പറഞ്ഞു. ആക്ച്വലി ആധാർ ആക്ടിവേഷനാണ്. ആധാരം ഇങ്ങനെ വന്ന ശേഷം ഇങ്ങനെ എനർജി വന്ന് കറങ്ങും. ഈ കറങ്ങുന്ന എനർജിയുടെ പേരാണ് ചക്രം, വീൽ. അപ്പൊ ഈ കറങ്ങുന്ന എനർജി ആസ്ട്രൽ കറണ്ട്. ആധാരം വന്ന് നിങ്ങളുടെ ഈ പെട്ടൽസ് അതൊക്കെ തത്വങ്ങളുണ്ട്. മൂലാധാരത്തിൽ 4 പെട്ടൽ ഇരിക്കുന്ന അത് സിദ്ധം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം. അടുത്തത് നിങ്ങൾ സ്വാധിഷ്ഠാനം വെച്ചാൽ 6 തളം, 6 ടേസ്റ്റ്. അടുത്തത് മണിപുരത്ത് ഇത് അഗ്നികലകൾ, അനാഗത്തിൽ സൂര്യകലകൾ, വിശുദ്ധിയിൽ ചന്ദ്രകലകൾ, ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായി? അപ്പൊ വന്ന് എന്തെന്ന് വെച്ചാൽ ഇതിനെ ചുറ്റി എനർജി ഫ്ലോ വന്നാലാണ് ചക്രം. അങ്ങനെ ആധാരം മുകളിലോട്ട് വരുമ്പോഴാണ് കുണ്ടലിനി ആ ആധാരത്തെ ക്രോസ് ചെയ്യാൻ പറ്റും. കുണ്ടലിനി എല്ലാവരും ഇവിടെ തുടങ്ങിയ റാക്കറ്റ് അങ്ങനെ ഒന്നും തലയ്ക്കൊന്നും പോവില്ല. കുണ്ടലിനി നിങ്ങൾ മൂലാധാരത്തെ ആക്ടിവേറ്റ് ചെയ്യുക, ഇറ്റ് വിൽ ക്രോസ് മൂലാധാര. ഇപ്പൊ എന്ത് ചെയ്യും? മൂലാധാരം സ്വാധിഷ്ഠാന ഇടത്തിൽ അത് സ്റ്റേ ചെയ്യും. അവിടെ സ്റ്റേ ചെയ്യുമ്പോഴാണ് സന്യാസികളൊക്കെ ഈ മറ്റേ സെക്സ്വൽ കേസിൽ ചറുക്കി ജയിലിൽ പോയി കിടക്കുന്നത്, മറ്റേ നടവിട്ട് ഓടുന്നത്. അത് നിൽക്കുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. അത് ഉടനെ തന്നെ സ്വാധിഷ്ഠാനത്തിൽ ക്രോസ് ചെയ്താൽ, കുണ്ടലിനി സ്വാധിഷ്ഠാനം ക്രോസ് ചെയ്താൽ സെക്സ്വൽ ഇൻസ്റ്റിങ്ക്റ്റ് കൺട്രോളിൽ വരും. അല്ല അവിടെ നിന്നാ ഇത്. അപ്പം അതിനെ അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം ഒவ்வொரு ആധാരവും മുകളിൽ വരണം. എല്ലാം ഒന്നിച്ച് ഓപ്പൺ ആവില്ല. അപ്പം ഈ ആധാരങ്ങൾ കൊണ്ടുവന്ന ശേഷമാണ് ഇത് ഉണരും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഗുരു സാന്നിധ്യം നിർബന്ധമല്ലേ? നിർബന്ധം ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. നിങ്ങളാ പേജ് ബുക്ക് എന്ന് വെച്ചാൽ അറിയാതെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നമ്മളിപ്പോൾ റോഡ് സൈഡ് ഒരുപാട് ഭ്രാന്തന്മാർ കാണുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഋഷികേശിൽ ഞാൻ പോയിരുന്നു. ഇപ്പോൾ 81 ഇരിക്കുമ്പോൾ ആഹാരം 11 മണിക്ക് ആഹാരം. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഒരു സീനിയർ സ്വാമി ഞങ്ങൾക്ക് ആഹാരം തരാതെ ആദ്യം വന്ന് ഗേറ്റിലുള്ള പിച്ചക്കാരനക്ക് കൊടുക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു എന്തോന്ന് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്, നിങ്ങൾ പിച്ചക്കാരന് കൊടുക്കാം. അപ്പോൾ സ്വാമി പറഞ്ഞു പിച്ചക്കാരനെന്ന് പറയരുത്. ഞാൻ പിച്ചക്കാരനല്ല പറയുന്നത്. ഇല്ലല്ലേ, ഞങ്ങളുടെ കൂടെ യോഗ പഠിക്കുന്ന ആളാണ്. അവരൊക്കെ അഡ്വാൻസ് പെട്ടെന്ന് കുണ്ടലിനി ഉണർത്തണമെന്ന് പോയി അത് റാങ് ഡയറക്ഷനിൽ ഏറി മെൻ്റൽ ഡിസോർഡറായി പ്ലേറ്റ് കൊണ്ട് തെരുവിൽ ഇവിടെ ഗേറ്റിലിരിക്കുകയാണ്, അലുമിനിയം പ്ലേറ്റും വെച്ചുകൊണ്ട്. അപ്പോൾ കുണ്ടലിനിയെ പെട്ടെന്ന് നല്ല സഹവാസമായി ഉണർത്തിയ ആശ്രമത്തിൻ്റെ അകത്തിരുന്ന് ചോറ് കഴിക്കാം. കുണ്ടലിനിയെ പെട്ടെന്ന് കഴിച്ചാൽ മെൻ്റൽ ഡിസോർഡർ വന്നാൽ പിന്നെ ഇവരാണ് ഋഷികേശിൽ പോയി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. സോ എന്തെന്ന് വെച്ചാൽ ഏതിലും അവസരപ്പെടാൻ പാടില്ല. നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ പോകണം. അതിന് തിരുമൂലർ പറയാണ്, മടൈവായിൽ കൊക്ക് പോൽ മഹിഴ്ന്നിരുപ്പാർക്ക്. അത് മട എന്ന് വെച്ചാൽ വെള്ളം പായുന്ന മടയിൽ ചെറിയ മീൻ, ഇത് ചിരിച്ചുകൊണ്ടേ ഇരിക്കും. ചെറിയ മീനെ ഒന്നും ചെയ്യില്ല. അപ്പം അത് പോയിക്കൊണ്ടേ ഇതെ കണ്ടിട്ട് വലിയ മീനെ വരുമ്പോൾ അത് ഏറെ പിടിക്കും. ഇതേമാതിരി വെയിറ്റിങ്ങിൽ ആൻസൈറ്റി ഇതൊക്കെ പാടില്ല. അത് അങ്ങനെ വരുമ്പം തന്നെ ഒരു പേഷ്യൻസ് വേണമെന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കണ്ടീഷൻസ് ഫില്ലപ്പ് ചെയ്യണം.
അതുപോലെ നാഡീ ചാനലാകുമ്പോൾ സുഷുമ്ന നാഡിയിലുള്ള ഒവ്വൊരു നാഡീ ചാനൽ ഇപ്പം നിങ്ങൾ സുഷുമ്ന ആദ്യം എനർജി കണക്റ്റായ ട്യൂബ് ലൈറ്റ് മാതിരി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് അനുഭവം വരും. ട്യൂബ് ലൈറ്റ് മാതിരി എല്ലാം ഇതിന് വരുന്നുണ്ട്. അടുത്ത ചിത്രണി നാഡി 5 കളർ പ്രൊജക്റ്റ് ആവും. 5 കളേഴ്സ് മറ്റേ ഒവ്വൊരു കളർ ആധാരത്തിൽ ഈ ചിത്രണി നാഡിയാണായ 5 കളേഴ്സ് വരും. അപ്പോൾ ആണ് ഓക്കെ അത് വേണേ. രണ്ടാമത് മിന്നൽ ലൈറ്റിംഗ് മാതിരി വന്നാൽ സുഷുമ്ന മറ്റേ വജ്രനാഡിയാണ് എന്നർത്ഥം. പിന്നെ അതും ബ്രൈറ്റ് ലൈറ്റ് വന്ന ബ്രഹ്മനാഡി. ഇതൊക്കെ പ്രാക്ടീസിൽ വരുന്നുണ്ട്. വന്ന ശേഷം തന്നെ കുണ്ടലിനി വന്നാൽ സേഫ്. അല്ലെങ്കിൽ പിന്നെ അത് എവിടെയും സ്റ്റക്കപ്പ് ആവും. അല്ലെങ്കിൽ പിന്നെ അതൊക്കെയാണ്. ഈ സ്വാമിജി ഈ ആധാര ചക്രങ്ങളിൽ ആക്ടിവേറ്റ് ആയ ഒരു ആൾക്ക് അദ്ദേഹം ഒരു യോഗിയായി മാറുന്നു. ആ ഒരാൾക്ക് ഈ പറയുന്ന പോലെ ഈ ദേവത പ്രകൃതിയുടെ രഹസ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പ്രകൃതി എന്ന് പറയുന്നത് ഒറ്റ എനർജിയാണ്. പ്രകൃതി ഇരിക്കുന്ന ഒറ്റ എനർജി, അതാണ് നമ്മൾ പരാശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇത് കണക്കുപടി ശൈവ സിദ്ധാന്തപടി അതിൽ നിറഞ്ഞിരുന്ന ഓംകാർ. അപ്പൊ ഓംകാർ എന്ന് പറയുന്നത് എയിൻസ്റ്റീനും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാർ പറയുന്ന ഓംകാർ കറക്റ്റാണ്. നമ്മുടെ എയറിന്റെ അതിന്റെ അപ്പുറമായ ശബ്ദം അതുകൊണ്ട് കാതിൽ കേൾക്കുന്നില്ല എന്നുള്ളത് 108 ഇത് രണ്ടും അത് പറയുന്നതാണ്. ഇപ്പൊ എന്തെന്ന് വെച്ചാൽ ഈ ക്വാണ്ടം ഫിസിക്സ് ഡെവലപ്പായപ്പോൾ ഇപ്പൊ എന്ത് പറഞ്ഞാൽ ഈ പ്രകൃതി ഫുള്ളാ നിറഞ്ഞു നിൽക്കുന്നത് മൈക്രോ ട്യൂബ്യൂൾസ്. എന്തോന്ന്? മൈക്രോ ട്യൂബ്യൂൾസ്. മൈക്രോ ട്യൂബ്യൂൾസ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം, ബ്രെയിനിലിരിക്കുന്ന നെർവസ് സിസ്റ്റം മൈക്രോ ട്യൂബിൾ ഉണ്ട്. അപ്പൊ മൈക്രോ ട്യൂബിൾ സിമിലർ ഇത് അവിടെ അത് കണക്ട് ആവാൻ ഡിസ്റ്റൻസ് ആൻഡ് ടൈം ഒരു പ്രോബ്ലം ഇല്ല. സ്പേസ് ആൻഡ് ടൈം ഇറ്റ് ഈസ് നോട്ട് ഹിയർ. ഇതാണ് ക്വാണ്ടത്തിന്റെ കണ്ടുപിടുത്തം. സിമിലർ ആയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് യോഗയിൽ എന്താ അപ്പൊ അത് വന്ന് കണക്ട് ആവും. അപ്പൊ പ്രകൃതിയിൽ നിന്ന് എന്ത് ജ്ഞാനം വരും. അങ്ങനെയല്ലേ ജ്ഞാനികൾക്ക് വന്ന് പഴയ കാലത്ത് യൂണിവേഴ്സിറ്റി ഇല്ല, അവർ ലാബില്ല, ടെലസ്കോപ്പ് ഇല്ല, എങ്ങനെ എഴുതി വെച്ചു കറക്റ്റായിട്ട്? അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണത്. അതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ സിദ്ധൌഷധങ്ങളും ആയുർവേദ ഔഷധങ്ങള്, പലതരത്തിലുള്ള ജ്ഞാനങ്ങള്, ഇപ്പം ഗ്രഹങ്ങളെ പറ്റിയുള്ള പഠനങ്ങള്, ഇതൊക്കെ ഈ മഹായോഗിമാരും ഋഷീശ്വരന്മാരും അവരുടെ തപസ്സിലൂടെ കണ്ടെത്തിയതാണ് എന്ന് പറയാറുണ്ട്. തപസ്സിൽ കൂടെ തന്നെ. തപസ്സില് ത്രൂ മെഡിറ്റേഷൻ, അതായത് തപസ് എന്ന് പറയുന്ന നിങ്ങൾ പ്രകൃതിയിൽ എല്ലാം നോളജ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അതിനെ വന്ന് നിങ്ങൾ വേർതിരിക്കുന്ന ഇതിൻ്റെ പേര് ഈഗോ ആണ്. നിങ്ങൾ അതല്ല വേറെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷനിൽ കൂടെ ഈ ഈഗോ ഡിസോൾവ് ആവും. ഡിസോൾവ് ആകുമ്പോൾ മറ്റേ മൈക്രോ ട്യൂബിൾസ് നിങ്ങൾ കണക്ട് ആവും. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എന്തിരിക്കുന്ന ഒരു സാധനം കളഞ്ഞു പോയെന്ന് വെച്ചാലും അതിൽ പോയാൽ ഇവിടെ ഇരിക്കുന്നുള്ള കാണിച്ചു തരും. അപ്പോൾ ഇത് അസുഖം, അപ്പോൾ അവരുടെ തലയിൽ ഒരു ഇന്ന ഹെർബൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഡിക്കാഷൻ ഇട്ട് അതിനെ ഇങ്ങനെ അവരുടെ തലയിൽ കണക്ട് ആവും. ഇത് ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് അതാണ് പറയുന്നത്. സിമിലർ അയോൺസ്, അതായത് ഇലക്ട്രോൺസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈവൻ സ്റ്റാർസിലുള്ള ഇതിനെ കൂടെ ടൈം ആൻഡ് ഇത് സ്പേസ്. അപ്പോൾ പ്രകൃതിയിൽ എവിടെയാണ് അത് കണക്ട് ആവും. എന്തോന്ന് ഫോക്കസ് ചെയ്താൽ അതിൽ പോയി കണക്ട് ആവും. അപ്പോൾ അവർ എല്ലാം എഴുതി വെച്ച എല്ലാം 100% കറക്റ്റ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ടെലസ്കോപ്പ് വേണം, മൈക്രോസ്കോപ്പ് വേണം, ലാബിലേക്ക് അതേ ഇവർ മാറ്റി ഒക്കെ ഇതില്ല. അപ്പോൾ അതില്ലല്ലോ. എങ്ങനെ ഇത് തന്നെ. അതുമാതിരി അന്ധകരണങ്ങൾ. അന്ധകരണം എന്ന് പറഞ്ഞത് ഇന്റേണൽ ഇൻസ്ട്രുമെന്റ്സ്. എന്തോന്ന്? ഇന്റേണൽ ഇൻസ്ട്രുമെന്റ്സ്. അന്ധകരണം. അപ്പൊ സിദ്ധം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം ഇത് ആൺ ചെയ്യുമ്പോൾ ഇത് പ്രകൃതിയിൽ കണക്ട് ആവും. അപ്പൊ അതിലുള്ള നോളജ് അവർ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കും, സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ നോളജ് എവിടെ ഇരിക്കുന്നത്? ഈ നോളജാണ് ഫൈനൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ശിവം. എന്തോന്ന്? ശിവം. ശിവൻ പറഞ്ഞ പുലിത്തോല് ഇതൊക്കെ ഇട്ടിരിക്കുന്നതാണ് ശിവൻ. ശിവം ഒന്നും രൂപമില്ല, നാമമില്ല. ഈ എല്ലാം മഹാ എനർജിയാണ്, മഹാപ്രാണൻ. അപ്പൊ അത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമല്ലോ, രൂപം വേണം. നിങ്ങൾ കണ്ണിൽ കാണണം, കാതിൽ കേൾക്കണം. അപ്പോൾ നിങ്ങൾ പോയി ഇരുന്ന് അവിടെ ശിവൻ ഒരു രൂപം താങ്ങി വരുന്നു, പറയുന്നു. അത് കാണാതല്ലേ പോകുന്നു. അപ്പോൾ അവർ വന്നത് ദേ കം ഫ്രം നോവയ ആൻഡ് റിട്ടേൺ ടു ദാറ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരാൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നാവറൂരിൽ ജോലി ചെയ്യുമ്പോൾ, ടെലിഫോൺസ് ജോലി ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യൻ ജോലി, നിങ്ങളുടെ സ്വാമി പുലിത്തോൽ പാമ്പൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നു. പുലിത്തോൽ പാമ്പ് അങ്ങേര് പിടിച്ചോണ്ട് വന്നതല്ല, ചിദംബരത്തിൽ വെച്ചാണ്. ഇത് നിങ്ങൾ എല്ലാവരും അറിയണം. ചിദംബരത്ത് വെച്ചാണ് പുലിത്തോലും പാമ്പ് വന്നത്. ചിദംബരത്ത് വന്ന് എന്തെന്ന് വെച്ചാൽ
ഈ പ്രീസ്റ്റ് ക്ലാസ് കുറച്ച് പേര് അവർ ഹോമം വഴി ഏത് വേണമെങ്കിലും ചെയ്യാം. എന്തോന്ന് മീമാംസകർ അവരുടെ പേര്, അത് എല്ലാം എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. തീയിൽ നിന്ന് ദ്രൗപദിയെ കൊണ്ടുവന്നില്ലേ? അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മളെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ശിവൻ നമ്മൾ എന്തിനു റെക്കഗ്നൈസ് ചെയ്യണം? അങ്ങനെയെന്ന് അവരുടെ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ ശിവൻ നേരെ വരികയാണ്. അപ്പോൾ വെള്ള വേറ്റിയും എടുത്തോണ്ട് തന്നെ വന്നത് എന്തോന്ന് അല്ലെങ്കിൽ കോവണം എടുത്തോണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്താടാ നിങ്ങൾക്ക് അറിവില്ലേ? ഞാനല്ലേ വേദത്തിന് എല്ലാ നാലേജും ഞാനല്ലേ, നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളാണോ? അപ്പോൾ അവർ ഗൂഢാലോചന, നമ്മുടെ പൊളിറ്റീഷ്യന്മാർ ഗൂഢാലോചന, ഇങ്ങനെ വന്ന് നമ്മൾ ഇല്ലാതാക്കിയാൽ പിന്നെ നമ്മൾ തന്നെ കടവുൾ. അപ്പോൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തീയിൽ പാമ്പ വിടുന്നത്. അപ്പോൾ അവർ ഇടത് കയ്യെ പിടിച്ച് ഇങ്ങനെ ഇടുന്നു. അപ്പോഴാണ് പാമ്പ് വരുന്നത്. അതിൻ്റെ മുമ്പ് പാമ്പില്ല. അടുത്തത് ശിവനെ ഇത് ഒരു പുലിയെ ഇങ്ങനെ അതാണ് ഈ നഖത്തെ വെച്ച് പുലിത്തോല് കൊടുത്തത്. അതിൻ്റെ മുമ്പ് പുലിത്തോല് ഇപ്പോഴാണ് വരുന്നത്. അത് വന്നപ്പോൾ പിന്നെ ഒടുവിൽ ഒരു അസുരനെ വിടും, അതിനെ ചവിട്ടി നട്ടെല്ലാം ഉടച്ചിട്ടാണ് ഇന്ന് ആടുന്നത്. അപ്പോൾ അവരൊക്കെ സറണ്ടർ അറിയാതെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് പുലിത്തോല് ഇതൊക്കെ വന്നത്. ക്രിയേറ്റിവിറ്റിയാണ് അതിൽ സിംബോളിസം. സ്നേക്ക് എന്ന് പറയുന്നത് ടൈം ട്രാവൽ. അതിനെ ചുറ്റി നടരാജ തത്വത്തെ ചുറ്റിയിരിക്കുന്ന അതെല്ലാം 108 തത്വങ്ങളായിട്ടിരിക്കുന്നത്. അപ്പം നടരാജർ തത്വം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രുദ്ര ആൻഡ് ശിവ നടരാജ. ശിവൻ എന്ന് പറഞ്ഞാൽ സഗുണം, ശിവം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി. രുദ്ര ഈസ് നയൻ ഫോംസ് ഓഫ് ദ ടോട്ടൽ എനർജി, കണ്ണിൽ കാണാത്ത എനർജി. ശിവം അതിന് 9 കോമ്പോണന്റ് ഉണ്ട്. എന്തോന്നും 9 കോമ്പോണന്റ്, 9 കോമ്പോണന്റ്സ്. ഇത് മലയാളത്തിലൊന്നും ഇല്ല, മലയാളത്തിലും ഇല്ല, സാൻസ്ക്രിറ്റും ഇല്ല. ഇത് തമിഴിലാണ് ഇരിക്കുന്നത്, ചിദംബര രഹസ്യം. സ്വാമിജി എന്തുകൊണ്ടായിരിക്കും? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വേദാന്തങ്ങളിലൊക്കെ തന്നെ ശിവ രുദ്ര എന്നുള്ള നാമമാണ് കൂടുതൽ. പക്ഷേ ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിലൊക്കെയുള്ള ക്ഷേത്രങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ശിവ എന്നുള്ള നാമമാണ്. ശിവം, ശിവക്ഷേത്രം, മഹാദേവ ക്ഷേത്രം. ഈ രുദ്ര സങ്കല്പം എന്ന് പറയുന്ന രീതി അത് ഇവിടെ ഇല്ലല്ലോ. 9 ഫോംസില് ഫസ്റ്റ് ഫോമാണ് ബ്രഹ്മാവ്, സെക്കൻഡ് ഫോം വിഷ്ണു, 3ാമത് ഫോം വന്ന് രുദ്രൻ, 4ാമത് വന്ന് മഹേശ്വരൻ, 5ാമത് സദാശിവൻ, 6ാമത് ബിന്ദു, നാദം, പരബിന്ദു പറഞ്ഞ. അത് 4ഉം കാണാൻ പറ്റില്ല എപ്പോഴും. അത് എപ്പോഴും കാണാൻ പറ്റില്ല. പക്ഷെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് പുഷ്കറിൽ അങ്ങ് പോയാൽ അത് രൂപമുണ്ട്. പക്ഷെ അത് ഒരു എനർജി, ക്രിയേറ്റീവ് എനർജി. എന്തോന്ന് ക്രിയേറ്റീവ് എനർജി. നിങ്ങൾ വന്ന് രൂപം വന്ന് പേര് എനർജി ബോഡി, എനർജി ബോഡി, അത് കണക്ട് ആവുന്നു. അടുത്തത് വന്ന് മറ്റേ വിഷ്ണു, അത് വന്ന് പ്രൊട്ടക്റ്റീവ് എനർജി. അത് രുദ്രർ ഡിസൊല്യൂഷൻ എനർജി, നോട്ട് ഡിസ്ട്രക്ഷൻ. അതാണ് പറയുന്നത്. അത് ഇന്റർനാഷണൽ ഡിസ്ട്രക്ഷൻ അല്ല, ഡിസൊല്യൂഷൻ. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ക്യാൻ ബി ചേഞ്ച് ഫ്രോം വൺ ഫോം ടു അനദർ. ഡിസൊല്യൂഷൻ ആണ്. അപ്പോൾ ഈ പ്രകൃതിയിൽ ഇരിക്കുന്നത് അത് കാസൽ സ്റ്റേറ്റിന് പോകുന്നു, നെബുല സ്റ്റേറ്റിന്. അതാണ് അത് നടരാജൻ 108ാമത് ഡാൻസ് ഇങ്ങനെ ആടുമ്പോൾ പരാശക്തിയെ വലിച്ചെടുക്കും. അത് എല്ലാം നെബുല സ്റ്റേറ്റിൽ പോയി അത് പ്രകൃതിയിൽ കാണാതെ പോകുന്നു. ഈ നടരാജ സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളും വളരെ കുറവാണ്. അതായത് നടരാജർ ഫിലോസഫി ഇപ്പൊ ചിദംബരം വന്ന് എവിടെ ഇരിക്കുന്നു, അവിടെ ഇപ്പൊ നോക്കിയപ്പോൾ അതില് സെൻട്രൽ ലൈൻ അങ്ങനെയൊക്കെ ഒരുപാട് ഇത് സയന്റിസ്റ്റ് അപ്രൂവ് ചെയ്യുന്നു. അപ്പൊ നടരാജർ തത്വം സൗത്ത് ഇന്ത്യയിലുള്ളത്, അതിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇല്ല. ഈ നടരാജർ തത്വം കാണാൻ വേണ്ടിയാണ് തിരുമൂലർ ചിദംബരത്ത് വന്നത്. നടരാജ ക്ഷേത്രം വന്ന് ഇരിക്കുന്നു കേരളത്തിൽ 4 സ്ഥലത്ത് ഇരിക്കുന്നു. നിറയെ പേർക്ക് അറിഞ്ഞൂടാ. ചിദംബരത്ത് പോകുന്നു. കേരളത്തിൽ 4 സ്ഥലങ്ങളിലുണ്ട്. ഞാൻ 108 ക്ഷേത്രങ്ങളായി ട്രേസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. തിരുവഞ്ചിക്കുളത്തിൽ തമിഴ്നാട്ടുകാർ കൊണ്ട് വെച്ചത് സുന്ദരമൂർത്തി നായനാർ വന്ന് അതിന് ഞാൻ സെപ്പറേറ്റ് ബുക്കൊക്കെ എഴുതിയിട്ട് ചേരമാൻ പെരുമാൾ മതം മാറിയില്ല. അതില്ലേ ഇവിടെ ഉള്ള വയസ്സായ ചേരമാൻ പെരുമാൾ വന്ന് ഇവിടെ നല്ല ഒരു കഥ, കാതിൽ ഈ പൂ ചുറ്റുന്ന മാതിരി ഒരു കഥ നിങ്ങൾ യൂട്യൂബിലുണ്ട്. അവിടെ ചേരമാൻ പെരുമാൾ മുസ്ലിംസിന്റെ യൂട്യൂബിൽ പോയി നോക്ക്. ചേരമാൻ പെരുമാൾ അങ്ങനെ നബിയെ പോയി അങ്ങ് ഇത് പഠിച്ചു, അവിടെ പോയി നബിയെ കണ്ട് മുസ്ലിമായി വരുന്ന വഴിയിൽ സലാലയിൽ എല്ലാ കഥയും എഴുതുമ്പോൾ ഒന്ന് വിട്ടുപോയി, ഒരു ഐഡിയ വിട്ടുപോയി. അതാ ഞാൻ പഠിച്ച്. നബി മരിച്ചത് എത്ര? 630. എന്തോന്ന് 630. ചേരമാൻ പെരുമാൾ കാണാതെ പോയത് 840. എന്തോന്ന് 840. അതാ വെച്ച് ഞാൻ എഴുതി. ഉടനെ എനിക്ക് ഗൂഗിൾ ഓണർ എനിക്ക് അപ്രീസിയേഷൻ എനിക്ക് അയച്ചു.
വെരി ഗുഡ് കമാൻഡ്. ഇപ്പം എങ്ങനെ കഥ മാച്ചാവുന്നില്ലല്ലോ. കഥ എഴുതിയത് വന്ന് സുലൈമാൻ സേട്ട് എന്ന് 16-ാം നൂറ്റാണ്ടിലാണ് ഒരു മുസ്ലിം വന്ന് ഈ കഥയെ ഉണ്ടാക്കി വിട്ടത്, ഫാബ്രിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അവർ ഈ ടൈം മാച്ചായില്ല, 630 മരിച്ചുപോയി. അപ്പോൾ വന്ന് ഫസ്റ്റ് ഇത് വന്ന് മാലിക് ദിനാർ വെച്ചതാണ് ഫസ്റ്റ്. ഇത് 11,840 ഇങ്ങനെ കാണാതെ പോയി. ആര്? ചേരമാൻ പെരുമാളും മറ്റേ സുന്ദരമൂർത്തി നായർ രണ്ടുപേരുമാണ് കാണാതെ പോയത്. ഇത് കൽവെട്ടിലുണ്ട്, കാപ്പർ പ്ലേറ്റിലുണ്ട്. ആ ക്ഷേത്രത്തിൽ യാന ഇതൊക്കെ പറന്നു പോകുന്നതൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ സുന്ദരമൂർത്തി നായനാരെയും ഈ ചേരമാൻ പെരുന്നാളിനെയും അവിടെ വെക്കുന്നുണ്ട്. ഗുരുപൂജ ഒരു കൊല്ലം സ്വാതി ആടി മാസം എന്ന് വെച്ചാൽ കർക്കിടക മാസം സ്വാതി നക്ഷത്രത്തിൽ 3 ദിവസത്തിന്റെ ഗുരുപൂജ അവിടെ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ളവരൊക്കെ എല്ലാവരും ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ബുക്ക് തമിഴിലും മലയാളത്തിലും ഇറക്കി, ഇപ്പൊ ഓൺലൈനിലും ഉണ്ട്. അപ്പൊ എന്തെന്ന് വെച്ചാൽ അവർ പറന്നുപോയി, അപ്പൊ തിരിച്ചു വന്നില്ല. അതിന്റെ ശേഷം ആ ഡൈനാസ്റ്റി പോയി. അതിന്റെ പേരാണ് ചേരമാൻ പെരുമാൾ ഡൈനാസ്റ്റി പോയ ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ 1150 അവിടെ വന്ന് ഇവർ വന്ന് ട്രേഡേഴ്സ്, മുസ്ലിം ട്രേഡേഴ്സ് ഈ ബിൽഡിങ് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് മാറ്റിയതാണ്. 1150 ഫസ്റ്റ് മാസ്ക് അല്ല അത്. ഇത് എൻക്രോച്ച്ഡാർ അവർ വിലയ്ക്ക് വാങ്ങിച്ചെന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മതസൗഹാർദ്ദം എവിടെ ഇരിക്കുന്നു? ഇതിൽ ഒന്നുമില്ല, വയലേഷൻസ് തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അത് വന്ന് എങ്ങനെയാണ് എന്നുള്ളത്, മനസ്സിലായ? അപ്പോൾ ചേരമാൻ പെരുമാൾ വന്ന സിദ്ധനാണ്. ചേരമാൻ സിദ്ധൻ അങ്ങേർക്ക് വന്ന് കിങ് സാലമൻ മാതിരി മൃഗങ്ങൾ, ബാറ്റ്സ്, അനിമൽസ് ഇതൊക്കെ സംസാരിക്കുന്ന അറിയാമുള്ള കഴിവ്. അതിന് തമിഴിൽ കളറിറ്റ് അറിവാർ നായനാർ എന്നാണ് പേര്. 63 നായനാർ പേരിൽ തമിഴ്നാട്ടിലുള്ള ക്ഷേത്രത്തിലൊക്കെ 63 പേരിൽ ചേരമാൻ പെരുമാളുണ്ട്. പക്ഷെ ഇവിടെ ചേരമാൻ ക്ഷേത്രത്തിൽ പോലെ ചേരമാൻ്റെ വിഗ്രഹമില്ല. അവിടെ വച്ചിരിക്കുന്ന വിഗ്രഹമൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്തത്. അല്ല, അപ്പൊ അങ്ങനെ ഒരാളെയാണ് ഈ മതം മാറി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അതന്നെ കഥ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നോക്കി, 630 നബി മരിച്ചതിൽ മാറ്റം ഇല്ലല്ലോ. 840 പോയത് ഹിസ്റ്ററിയിൽ അത് മാറ്റമല്ല. അപ്പൊ എങ്ങനെ 840 മറഞ്ഞു പോയ ആള് 630 മരിച്ച നബിയെ പോയി കണ്ടു? ഇதை വെച്ചിട്ടാണ് മാച്ച് ആവുന്നില്ല. അപ്പൊ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേര് ചീത്ത അടിച്ചിട്ടുണ്ട് എൻ്റെ കമന്റിൻ്റെ. ഞാൻ ചേരമാൻ നെവർ കൺവേർട്ട് ടു ഇസ്ലാം എന്ന് പറഞ്ഞ യൂട്യൂബ് അതിൻ്റെ പോയി ചില ആളുകൾ വന്ന് കറക്റ്റാണ് അങ്ങനെയൊക്കെ ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളിയൊക്കെ കേന്ദ്രീകരിച്ചാണ് അവര് അതിനെ ചേരമാൻ പള്ളി, അത് ആ പള്ളി തന്നെ. അത് വന്ന് ഇപ്പൊ ഉണ്ടല്ലോ, ആ വിളക്കുണ്ടല്ലോ, ചേരമാൻ പെരുമാളുടെ വിളക്ക് വാളൊക്കെ ഇപ്പൊ വെച്ചിട്ടുണ്ട് അവിടെ, ഇപ്പൊ ഉണ്ട്. അത് വന്ന് അതാണ് അരസ താളി മന്ദിർ. അരസ എന്ന് പറഞ്ഞാൽ തമിഴ് വേർഡാണ് അപ്പൊ വരുന്നത്. അരസ താളി മന്ദിർ, അങ്ങനെ അതാ റോയൽ ടെമ്പിൾ, രാജാവ് പൂജ ചെയ്ത പ്രൈവറ്റ് ടെമ്പിൾ. അതിനെയാണ് ഇവര് ഇതാക്കി വെച്ചിട്ട് മുസ്ലിമും മാറിയില്ല, ഒന്നും മാറിയില്ല. ഇത് ടൈം മാച്ച് ആവുന്നില്ലല്ലോ. ഇதை വെച്ച് ഞാൻ ഒന്ന് ബുക്കും ഇട്ട് അവിടെ കൊണ്ട് വിതരണം ചെയ്തു, എല്ലാം ചെയ്തു. അതൊരു പക്ഷെ കേരളത്തിലെ പല ആളുകൾക്കും അറിയാത്തൊരു സത്യമാണ് അങ്ങ് ഇപ്പൊ പറഞ്ഞത്. സത്യമാണ്. അതിപ്പോ റിസർച്ച് ഹിസ്റ്ററിയിൽ ശ്രീധര മേനോൻ പറഞ്ഞിട്ടുണ്ട്, ചേരമാൻ സ്റ്റോറീസ് എ മിത്ത്, അങ്ങനെ ഒന്നും ഇല്ല. പാർട്ട് ഓഫ് ഹിസ്റ്ററി നോക്കിയപ്പോൾ ഇതൊന്നും ഇല്ല. ഞാൻ പറയുന്ന 2 പോയിന്റ്, നബി മരിച്ചത് ഇതല്ലേ മരിച്ചത് 840 ഇങ്ങനെ കാണാതെ പോയി. അപ്പോൾ അത് എങ്ങനെ വരും? ചേരമാൻ പെരുമാൾ വന്ന് 4 ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, തമിഴിലാണ് ഇരിക്കുന്നത്. ഇത് മലയാളത്തിൽ ഞാൻ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, മനസ്സിലായ? അപ്പോൾ ഇത് വന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് എങ്ങനെ, അതിനെ ചോദിക്കാൻ ആളില്ല. ഹിസ്റ്റോറിയൻ ശ്രീധരൻ മേനോൻ പറഞ്ഞിട്ടുണ്ട്, അത് കഥയാണ്. അങ്ങനെ ഇതിൻ്റെ നിങ്ങൾ ഹിസ്റ്ററി നാഗമയ്യ എല്ലാം എഴുതിയ ഹിസ്റ്ററി ഉണ്ട്, അതിലൊക്കെ ഒന്നും ഇതില്ല. ഇത് വന്ന് ഇങ്ങനെ ഒരാൾ പുരട്ടി വിട്ടതാണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ ഹിന്ദുക്കൾ ചോദിക്കാൻ ആളില്ല. ഞാൻ ക്ലാസ് 1979 കേരളത്തിൽ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. ഈ എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പം അല്ല, 1979 ഞാൻ കേരളത്തിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് വന്നത് കൊണ്ട് കുറച്ച് പേർക്ക് അറിയാം. അപ്പോൾ ചോദിച്ചാൽ എന്ത് പറയുന്നത്? ഞാൻ സ്വാമിയെടുത്ത് പഠിക്കാം, പക്ഷെ ഞങ്ങൾക്ക് മതഭ്രാന്തില്ല. എന്തോന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളത് ചോദിച്ചില്ലല്ലോ നിങ്ങൾ മതഭ്രാന്ത് ഉണ്ടായില്ലാന്ന്. നിങ്ങൾക്ക് മതഭ്രാന്ത് ഇല്ലെങ്കിൽ എല്ലാവർക്കും, എല്ലാ സമുദായക്കാരനും മതഭ്രാന്ത് ഇല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മാത്രം ഭ്രാന്ത് ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമാണ്, മനസ്സിലായല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്തവന് ഭ്രാന്ത് പിടിപ്പിക്കാനാണ് ആര് വേണ്ടത്? മറ്റേ നമ്മുടെ ശശികല ടീച്ചർ വേണം, മനസ്സിലായില്ലേ? അവരുടെ പണി അതാണ്. ഞാൻ പഠിപ്പിക്കുന്നു, ഞാൻ വേറെന്തും ചെയ്യുന്ന, ഞാൻ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ പോളിറ്റിക്സ് മാതിരിയായി പോയി. മറ്റേ ഹിന്ദു ഓർഗനൈസേഷനെല്ലാം
അവർ വോട്ടിന് വേണ്ടിയുള്ള ഇതിലില്ലാതെ എഡ്യൂക്കേറ്റ്. ഇതാണ് ചിന്മയ പറയുന്നത്. ചിന്മയ കേരളക്കാരല്ലേ പറയുന്നു. ഒരു ബുക്ക് എഴുതി, നല്ല ബെസ്റ്റ് സെല്ലർ, കൺവേർട്ട് ഹിന്ദുസ് ഇൻറ്റു ഹിന്ദുയിസം. ആ ബുക്ക് ഹിന്ദുക്കൾ ബോധൻ നെയിം സേക്ക് ഹിന്ദുക്കളായിരിക്കുന്നു. അവരാദ്യം ഹിന്ദുവെ കൺവേർട്ട് ചെയ്താൽ പിന്നെ അവർ മാറിപ്പോവില്ല. അവർ മറ്റേ കമ്മ്യൂണിസം, അതായത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെന്ന് വെച്ചാൽ ഹിന്ദു എതിരി പഠിക്കുമ്പോൾ നീ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടാന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ്. അതിരിക്കട്ടെ, നീ ക്ഷേത്രത്തിന് അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആകുമ്പോൾ പിന്നെ ഞങ്ങളെ പോകാൻ കൂടില്ലല്ലോ. അങ്ങനെ ആയിപ്പോയി. എന്തോന്ന് ഞാൻ പറഞ്ഞു, അതല്ല, അത് പൊളിറ്റിക്സ്, ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ എൻ്റെ ക്ലാസ് നടത്തിയ ഒരാൾ, അവരുടെ പേര് മുതലേ പറയാം, അങ്ങേര് ഇപ്പോൾ ഉണ്ട്, വൈക്കത്ത് അനിൽ ബിസ്വാസ്, കമ്മ്യൂണിസ്റ്റ് യൂണിയൻ ചെയർമാൻ, എൻ്റെ ക്യാമ്പ് നടത്തി. ഉടനെ വൈകുന്നേരം, ഇനി മേലാൽ നീ വേറെ അങ്ങേർക്ക് ക്യാമ്പ് നടത്തരുതെന്ന് വിട്ടുപണ്ടത്തുനിന്ന് കാള് ഞാൻ ഉണ്ട്. അപ്പം ഇങ്ങനെ പറയണ മറ്റവർ നടത്തുന്നുള്ള ക്രിസ്ത്യൻ അതവരെ ശീലിച്ചു പോയി, വിട്ടേക്ക്, നീ നടത്തരുത്. അതിൻ്റെ ശേഷം അത് അങ്ങേര് നടത്തില്ല, വേറെ ആളെ വെച്ച് എനിക്ക്. സോ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുകയാണ് കേരളത്തിൽ. അല്ലെ, അത് കാലങ്ങളായിട്ട് ഇങ്ങനെ ഇനി അത് എന്തായിട്ട് പോട്ടെ. അവർക്ക് ഞാൻ അത് വേറെ കാര്യങ്ങൾ, ഇത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ഇവർക്ക് ഇല്ലാതായി. ഇതാണ് തീർച്ചയായിട്ടും. അത് പറയാൻ പോയി അത് പോളിറ്റിക്സ് ആയിരിക്കും. അവർ എപ്പോ ബോധം ഭ്രാന്ത് വരുമ്പോ വരട്ടെ. തീർച്ചയായിട്ടും. ഞാൻ അങ്ങയുടെ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പല ആളുകൾക്കും ഈ ന്യൂറോ ഡിസോർഡേഴ്സ്, ബ്രെയിൻ ഡിസോർഡേഴ്സ് ഒക്കെ വളരെ വലിയ രീതിയിൽ വരുന്നുണ്ട്. അത് പല തരത്തിലുണ്ട്. അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം അങ്ങ് ഈ പറയുന്ന ചെറിയ പിഞ്ചു മക്കളൊക്കെ ഇപ്പൊ ഓട്ടിസം ബാധിച്ചിട്ടൊക്കെ വല്ലാതെ ഈ ദുരിതം അനുഭവിക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്, പല വേദികളിലും പറയുന്നുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങൾക്ക് അങ്ങ് ഒരു പരിഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. ഇപ്പൊ വന്ന് 21 വയസ്സുകാരൻ, എൻ്റെ വീഡിയോ ഉണ്ട്, എല്ലാവരും വേണമെങ്കിൽ കാണിക്കാം, വീഡിയോ ഉണ്ട്. 21 വയസ്സുകാരൻ അമേരിക്കയിൽ ഇരുന്നിട്ട് അതുവരെ ട്രീറ്റ്മെന്റ് വർക്കാകാതെ വന്നിട്ട് എൻ്റെ യോഗ സിദ്ധാൻ മർമ്മ കോമ്പിനേഷനിൽ അവൻ സംസാരിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് കോഴ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും പഠിക്കാൻ പോയി. ഇപ്പോഴാണ് അവനക്ക് ഒരു ഗ്രൗണ്ട് ലെവലിൽ ഇത് വന്നത്. അതുപോലെ ഒരുപാട് പേര് വീഡിയോ ഞാൻ വെച്ചിരുന്നു. 5 വയസ്സ് കുട്ടികളെ 14 വയസ്സ് വരെ ഇപ്പോൾ 2 പേര് വെയിറ്റിങ്ങിലിരിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം എന്തോന്ന് അതിൻ്റെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെന്റ് കുറവ്. അപ്പോൾ ബ്രെയിനിൽ നമ്മൾ സഹസ്രാരത്തിൽ അതിൽ എനർജി കൊണ്ടുപോയി അത് ആക്ടിവേറ്റ് ചെയ്താൽ അത് സംസാരിക്കുന്നു. ആർട്ടിസം ആൻഡ് സ്പീച്ച് രണ്ടുമുള്ളവർക്ക് മൂലാധാരത്തിൻ്റെ എനർജി കൊണ്ട് ഞാൻ വീഡിയോ വെച്ചിരിക്കുന്നു. എൻ്റെ അടുത്തുണ്ട്, മലയാളി തന്നെ, ഇടുക്കിയിലുള്ള മലയാളി, ദുബായിലെ ജോലി, അങ്ങനെ കുട്ടി അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. ഒരു പല വീഡിയോ. അത് പിന്നെ ആർട്ടിസത്തിന് ഇതിൻ്റെ കാരണം എന്താ അറിയാമോ? കാരണം നിറയെ പേർക്ക് അറിഞ്ഞൂടാ. അതായത് സെക്സ് ആക്ട് ഡ്യൂറിങ് സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ ചെയ്യാൻ പാടില്ല. ആ സമയത്ത് ഉണ്ടാകുന്ന കുട്ടികളാണ് ആർട്ടിസം. 1. 2, അമ്മ വന്ന് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ, ഇതൊക്കെ തിരുവനന്തപുരത്തിലിരിക്കുകയാണ്, അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഇതെന്ന് വെച്ചാൽ 4ാമത് മാസം മോഷനും യൂറിനും കറക്റ്റാണ് പോകണം. എല്ലാ മാസവും പോകണം. 4ാം മാസം കുറിപ്പിട്ട ബ്ലോക്ക് ആയാൽ അപ്പോഴാണ് കൊച്ചിന് നെർവസ് സിസ്റ്റം ഫോം ആവുന്നത്, ബ്രെയിൻ. അത് ഇവർ ഇത് പോയി അറ്റാക്ക് ചെയ്യും. പോയില്ലെങ്കിൽ ടോക്സിൻ, അതാണ് മെയിൻ റീസൺ. ഇപ്പോൾ അത് സയൻറ്റിഫിക്കലി അലൗഡ്. അപ്പോൾ ഇതൊക്കെ തിരുവനന്തപുരത്ത് എഴുതിയിരിക്കുകയാണ്. മാതാ ഉദരം ഇങ്ങനെ പൊല്യൂഷൻ ആയാൽ ഇന്ന വരുന്നു പറഞ്ഞിരിക്കുകയാണ്.